ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ നമ്മൾ രണ്ടാമത്തെ സൊല്യൂഷനാണ് ഇൻവെസ്റ്റ്മെന്റ്, അഥവാ അതിന്റെ മലയാളം എന്താ പറയാൻ, ഇൻവെസ്റ്റ്മെന്റിന്റെ നിക്ഷേപം എന്ന് സൂചിപ്പിക്കാം. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒരു പഴയ സമയത്ത്, ഐ മീൻ ഇപ്പോഴും നമ്മൾ ഗോൾഡിലും സിൽവറിലും കമ്മ്യൂണിറ്റിയിലും ഒക്കെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ആളുകളുണ്ട്. സോ സൂപ്പർ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ അഥവാ വെൽത്തിയസ്റ്റ് പേഴ്സൺസ് ആണെങ്കിൽ അവരൊക്കെ റിയൽ എസ്റ്റേറ്റ്സ് മേടിച്ചു വെക്കും. വലിയ വലിയ കമ്പനീസിന്റെ സ്റ്റോക്കിന് ഷെയർസ് ഉണ്ടാവും. നമ്മൾ ഇവിടുന്ന് സ്റ്റോക്ക് മാർക്കറ്റിൽ മേടിക്കുന്ന ഷെയർസ് അല്ല, അവർക്ക് കൊടുക്കുന്ന സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ ദേ ഹാവ് എ മെമ്പർഷിപ്പ്, ഒരു പ്രീമിയം കാർഡ് തന്നെ കൊടുക്കും. അതൊരു സൂപ്പർ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ. ഓക്കെ, അതിന് താഴെയുള്ള ആളുകളാണ് ഈ മ്യൂച്വൽ ഫണ്ട് പോലത്തതും സ്റ്റോക്ക് പോലത്തതും ചൂസ് ചെയ്യുന്നത്, അതിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത്. പിന്നെ അതിലും ആളുകളാണ് നമ്മളെ പോലത്തെ ആൾക്കാർ ബാങ്കിലൊക്കെ ചിട്ടിയിലൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് ചെറിയ ചെറിയ പലിശ കിട്ടുന്ന രീതി, ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെന്റ് റിട്ടേൺസ്, ROI, റിട്ടേൺ ഇൻവെസ്റ്റ്മെന്റ്, റിട്ടേൺ ഓൺ ഫുൾ ഫോം എന്ന് കൺസിഡർ ചെയ്യാം. അപ്പൊ ROI നമുക്ക് ലഭിക്കുന്നത്. ഇത് കാറ്റഗറി ചെയ്ത് വെക്കുന്നത് എന്താണെന്ന് വെച്ചാല്, സൂപ്പർ റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് ഓൾറെഡി വെൽത്ത് ഉണ്ടാവും, അതിൽ നിന്നൊരു പണപ്പെരുപ്പം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതിൽ കുറച്ച് മിഡായിട്ടുള്ള ആൾക്കാർ സ്റ്റോക്കിലും ഈ ക്രിപ്റ്റോ, ഈ സൂപ്പർ ഡിജിറ്റൽ ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഭയങ്കരം ചെയ്യുക, അതിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യും. പിന്നെ അതിനെക്കാട്ടി ലോ ആയിട്ടുള്ള ആൾക്കാരാണ് ഇൻവെസ്റ്റ്മെന്റിന് പേടിച്ചിട്ട് ബാങ്കിലും ചിട്ടി കമ്പനിയൊക്കെ ചേർന്നുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത്. സോ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഇടുന്ന സമയത്ത് അതിനെക്കുറിച്ച് പ്രോപ്പർ ആയിട്ടുള്ള ഐഡിയ വേണം, പ്രോപ്പർ ആയിട്ടുള്ള ഒരു പഠനം, പിന്നെ നമ്മൾ സ്വയം അവയർനെസ് വേണം, നമുക്കൊരു കോൺഫിഡൻസ് വേണം. അതാണ് ഇൻവെസ്റ്റ്മെന്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നിങ്ങൾക്ക് താഴേൽ ഞാൻ ഏറ്റവും ഒരു 20 years നിങ്ങൾ നിൽക്കുന്നതാണെങ്കിൽ ഏതൊക്കെ തരത്തിൽ നിങ്ങൾ ഫൈനാൻഷ്യൽ റൂൾസ് പറഞ്ഞൊരു ഭയങ്കര എഡിറ്റ് ഒക്കെ ചെയ്തിട്ടുള്ള വീഡിയോ. ഇപ്പൊ ഞാൻ എഡിറ്റ് ചെയ്യാത്തെന്ന് വെച്ചാൽ അതിന് വലിയ റീച്ച് ഇല്ല. ഇതിനും വലിയ റീച്ച് കിട്ടണമെങ്കിൽ നമ്മൾ പറയുന്ന വാക്കുകൾക്കാണല്ലോ പ്രസക്തി കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര എഡിറ്റ് ഒന്നും ചെയ്യാണ്ട് വീഡിയോസ് ക്ലിക്ക് ആകുന്നത് വരെ വീഡിയോസ് എഡിറ്റ് ചെയ്യാതെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമ്മൾ മേറ്റർ അതല്ല, ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ ഒരു സാലറിക്കാരനാണെങ്കിൽ, ഒരു 20,000 സാലറിക്കാരനാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ കൂലിപ്പണിക്ക് ഡെയിലി 1000 രൂപ വെച്ച് പോകുന്നതാണെങ്കിലും നിങ്ങൾക്ക് പോലും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ എക്സ്ക്യൂസ് കണ്ടെത്താണ്. നിങ്ങളിപ്പോ കൂലിപ്പണിക്ക് പോയാലും നിങ്ങൾ സാലറിക്കാരനായാലും നിങ്ങൾ എക്സ്ക്യൂസ് കണ്ടെത്താണ്, എനിക്ക് ഇത് അടക്കാൻ പറ്റില്ല, ഇന്ന് ക്രെഡിറ്റ് എടുക്കാൻ പറ്റുന്ന, ചെലവ് നോക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ സ്വയം എക്സ്ക്യൂസ്. കാരണം നിങ്ങൾ പ്രോബ്ലംസിലാണ് ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങൾ പ്രോബ്ലംസിനെ ഫോക്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എവിടെയും പൈസ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ അഥവാ നിങ്ങൾക്ക് സേവിങ്സ് ആക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെലവ് ചുരുക്കും, അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യും, അതിനുവേണ്ടി പ്രയാസപ്പെടും, അതിനു വേണ്ടിയിട്ട് നിങ്ങൾ പെയിൻ ചെയ്യും. കാരണം നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ അടുത്ത് തന്നെ ചോദിക്കാം, ഇറ്റ്സ് അർജന്റ് ടു ബൈ ദാറ്റ് പ്രൊഡക്റ്റ്. ഒന്നുകൂടി ശ്രദ്ധിക്കുക, ഇറ്റ്സ് ദാറ്റ് അർജന്റ് ടു ബൈ ദാറ്റ് പ്രൊഡക്റ്റ്. ഒരു ബൈ പ്രൊഡക്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് ഇപ്പൊ അർജന്റ് ഉണ്ടോ, ഇപ്പം നമുക്കത് ഇമ്പോർട്ടന്റ് ആണോ ആ സാധനം എന്നുള്ളത് ചിന്തിക്കുക, എന്നിട്ട് ചെലവ് ചുരുക്കുക. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് വേറൊരു ഇമ്പോർട്ടന്റ്. ഇപ്പൊ രണ്ടാമത്തെ കാര്യമാണ് ഇൻവെസ്റ്റ്മെന്റ്. ഇതില്ലാതെ നിങ്ങൾക്ക് എവിടെയും ഒരു റിട്ടേൺസ്, ഒരു പണത്തിന്റെ പെരുപ്പം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം ഇപ്പം ഡിജിറ്റൽ മാർക്കറ്റിലേക്ക് വന്ന് നോക്കുകയാണ്, ക്രിപ്റ്റോ കറൻസി, ഡ്രോപ്പ് ഷിപ്പിംഗ്, ട്രേഡിങ്, ഇതൊക്കെ വന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ട്രേഡിംഗ് ഒക്കെ വളരെ രീതിയിൽ ഇപ്പം അതായത് സ്കാം നടക്കുന്ന രീതിയിലുണ്ട്. കാരണം ഈ മോറായിട്ട് കാണുന്നത് ഇപ്പം റീൽസിലാണ്. റീൽസിൽ ഇപ്പം ട്രേഡിങ് കൊണ്ട് ഇറങ്ങിയിട്ടല്ല, തിരുവനന്തപുരം എല്ലാ മേഖലയും ഇപ്പൊ ട്രേഡിങ്ങിനെ കുറിച്ചിട്ടാണ്. അതിനുവേണ്ടി ക്ലാസ് ഉണ്ട്, അതിനോട് കോഴ്സ് സെയിൽ ആക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവർക്ക് അതിന്റെ ലാഭം എന്ന് പറഞ്ഞാൽ കോഴ്സ് സെയിൽ ചെയ്താൽ മാത്രമാണ്. ദേ ഹാവ് ഷുഡ് നോ ഷോ യു ദേ ആർ ലോസ്. അവരൊരിക്കലും അത് കാണിക്കില്ല, അവരുടെ ലോസ്, അവരുടെ പ്രോഫിറ്റ് മാത്രം. എന്ന് വെച്ചാൽ 1000-ൽ 1 മാത്രം കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. എന്ന് വെച്ചാൽ ഒരു 2-3 ലോസ് വരും, പ്രോഫിറ്റ് വരുമ്പം കാണിക്കും. കാരണം അവരൊക്കെ ലോൺ എടുത്ത് അത് അടക്കാൻ വേണ്ടിയിട്ട് ചിലപ്പം ഇതാക്കും. സോ അവരെടുക്കുന്നത് റിസ്ക് ആണ്, ഹെവി ഹൈ റിസ്ക് ആണ്. അത് നിങ്ങൾ എടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് അത് എടുക്കാം, ട്രേഡിംഗ് ചൂസ് ചെയ്യാം. നെവർ ഗോ, നിങ്ങൾ അതിനുവേണ്ടി കോഴ്സ് ഒന്നും എടുക്കുന്നു വേണ്ട. ഇവിടെ തന്നെ എത്രയോ മില്യൺ വീഡിയോസിനെ ട്രേഡിങ്ങിനെ കുറിച്ചിട്ടുണ്ട്. മില്യൺസ് ഓഫ് നെറ്റിൽ തന്നെ നമുക്ക് കിട്ടും. നമ്മൾ അതിന്റെ കോഴ്സിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കണം എന്നുള്ള ചിന്താഗതി കൊണ്ടാണ് നമ്മൾ എന്താക്കുന്നത്, കോഴ്സ് എടുത്ത് ഇന്ന് തന്നെ പോയിട്ട് ട്രേഡിംഗ് എടുത്ത് ഇന്ന് ലാഭം ഉണ്ടാക്കാം എന്നുള്ളത് പറയുന്നത്. ഒരിക്കലുമല്ല.
അതിനെക്കുറിച്ചുള്ള വലിയ വീഡിയോ തന്നെ ചെയ്യേണ്ടി വരും. ഞാനിപ്പം ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് പറയാം. അപ്പം മാക്സിമം കമോഡിറ്റി സ്റ്റോക്ക് നമുക്ക് കിട്ടും. ഇപ്പൊ സ്റ്റോക്ക് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിന് ബ്രോക്കറേജ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമുകളുണ്ട്. ഏഞ്ചൽ വണ്, അപ് സ്റ്റോക്സ്, ഇതിനെ കുറിച്ചിട്ടൊക്കെ ഒന്ന് അവയർനെസ് ഒന്ന് ചെറുങ്ങനെ പഠിക്കുക. എന്നിട്ട് അതിൽ ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ബാങ്ക്സിന്റെ ഇത് കിട്ടും, ഷെയർസ് കിട്ടും. ബാങ്കിൽ പോയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ അതിന്റെ ഒരു ആപ്ലിക്കേഷൻ എടുത്തിട്ട് അതിനെ കുറച്ച് ഷെയർസ് വാങ്ങിയിട്ട്, എന്ന് വെച്ചാൽ നിങ്ങൾ 20,000 സാലറിക്കാരനാണെങ്കിൽ നിങ്ങൾ ഒരു 5,000 രൂപ നിങ്ങൾ മാസം മാറ്റി വെക്കുന്നതാണെങ്കിൽ ബാക്കി 15 നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ പെട്രോള്, ക്രെഡിറ്റ്, ഡൗൺ പേയ്മെന്റ് ഓഫ് യുവർ ഹൗസ്, ഇതൊക്കെ കഴിച്ചിട്ട് 5 റുപ്യ നിങ്ങൾക്ക് മാറ്റി വെക്കാം. പഠിക്കണം, അറിഞ്ഞിരിക്കണം, എന്നിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിരിക്കണം. അതാണ് നിങ്ങളെ സേവിങ്സ് എന്ന് പറയുന്നത്. സേവിങ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പോയിട്ട് എന്താകരുത്, ഈ 5,000 പോയിട്ട് നിങ്ങളെ കൈമ തൂത്തിയിലിടാനല്ല ഉദ്ദേശിച്ചത്. അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കണം. സേവിങ്സ് ഈക്വൽ ടു ഇൻവെസ്റ്റ്മെന്റ്. ആ 5,000 രൂപ പോയിട്ട് നിങ്ങൾ സേവിങ്സ് ആക്കിയിട്ട് വെക്കാം. ദാറ്റ്സ് ബെനിഫിറ്റ് യു. ഞാൻ പറയുന്നത് കുറെയൊക്കെ മനസ്സിലാവും, ചിലർക്ക് മനസ്സിലാവില്ല. അപ്പൊ മനസ്സിലാവാത്ത എന്തെന്റെ കമന്റ് ഇട്ടു, ഞാൻ അതിനെക്കുറിച്ച് ഓരോന്നും അണ്ടർലൈൻ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. സോ ഞാൻ എത്രയും പല ബുക്സും പലതും അവയർനെസ്സും റിസർച്ച് ചെയ്തും പഠിച്ചിട്ട് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാം എന്നതാണ് എന്റെ ലക്ഷ്യം. ഓക്കെ, നിങ്ങൾക്ക് അവയർനെസ് തരാൻ മാത്രം. ഓക്കെ, നെക്സ്റ്റ് പാർട്ട് ഞാൻ പറഞ്ഞുതരാം.